ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ കാണുന്നതും ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും. സംഭവം എൻ്റെ ഈ വീഡിയോ ഞാൻ ഇടുന്ന സമയത്തുണ്ടല്ലോ, എനിക്ക് ഈ വീഡിയോ തന്നെ ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് തന്നെ ഞാൻ റിപ്പീറ്റ് അടിച്ച് കണ്ടുകൊണ്ടിരുന്നു. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നമ്മൾ കാത്തിരുന്ന് കിട്ടിയൊരു നിമിഷമായിരുന്നല്ലോ അത്. മാർച്ച് 15-ാം തീയതി ആയിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ ഹൗസ് വാമിംഗ് നടന്നത്. ആ സമയത്ത് ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് അതിനെ ചൊല്ലി ഒരു ലോങ് വീഡിയോ ഞാൻ ഇടണമെന്ന് വെച്ചിട്ട് എനിക്ക് ഇതുവരെ നടന്നിട്ടില്ല. ഇന്നാണ് കുറച്ച് സമയം കിട്ടിയത്. അപ്പം ഞാൻ വിചാരിച്ച് കിട്ടിയ ഗ്യാപ്പിന് നമുക്ക് ആ ലോങ് വീഡിയോ ഇടാമെന്ന്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇടാൻ മെയിനായിട്ട് സമയമില്ലാതിരുന്നത്, ഞങ്ങളവിടെ പാല് കാച്ചിയിട്ട് താമസിച്ചത് ആകെ ഒരു ദിവസമാണ്. അതിനുശേഷം ഇങ്ങ് വന്ന് നമ്മളിപ്പോൾ റെൻറ്റിന് താമസിക്കുന്ന സ്ഥലത്തോട്ട് മാറി. ആദ്യകുട്ടന് 30-ാം തീയതി വരെയും എക്സാം ആയതുകൊണ്ടിട്ട് എക്സാമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകാമെന്ന് കരുതി. അങ്ങനെ നമ്മുടെ പാലുകാച്ചിൻ്റെ എല്ലാ സംഭവങ്ങളും ഇങ്ങനെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇതിനെക്കുറിച്ചിട്ട് വലിയ വശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം സംഭവം ഭംഗിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു കറക്റ്റ് ആ സമയത്ത് തന്നെ. സംഭവം ഞാൻ കരുതിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ പാലുകാച്ചിൻ്റെ സമയത്ത് എല്ലാവരും കൂടി വരത്തില്ലായിരിക്കും. ചിലപ്പോൾ കുറച്ച് പേരൊക്കെ വന്നിട്ട് പിന്നെ ഓരോ സമയത്തിനനുസരിച്ചിട്ട് കുറേശ്ശെ ആയിരിക്കും വരുന്നതെന്ന്. പക്ഷേ ദൈവം സഹായിച്ച് ആ സമയത്ത് തന്നെ എല്ലാവരും, ഞാൻ വിളിച്ച ഒട്ടുമിക്ക ആൾക്കാരും ആ സമയത്ത് തന്നെ വന്നു എന്നുള്ളതാണ്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതലും മനസ്സിനെ ഭയങ്കരമായിട്ട് കുളിർമ അണിയിച്ചൊരു കാര്യം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനെല്ലാവരോടും ഒരുപാട് നന്ദി. സത്യം, ഇങ്ങനെ ഇത്രയും സ്നേഹിക്കാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല കേട്ടോ. അങ്ങനെ എൻ്റെ ഫുൾ ബലമായിട്ട് നിന്ന ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. ബാക്ക് സപ്പോർട്ടായിട്ട് നിന്നതും എൻ്റെ ഒപ്പത്തിനൊപ്പം നിന്നതുമായ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അവർക്കെല്ലാവർക്കും സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ വല്ലാണ്ട് നന്ദി പറയുകയാണ്. പക്ഷേ എനിക്ക് വിഷമമുള്ളൊരു കാര്യമെന്ന് പറയുന്നത്, എൻ്റെ പേരൻസ് ഇല്ല. അപ്പം അവർക്കിത് കാണാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം എനിക്ക് നന്നായിട്ടുണ്ട്. അവർക്കിത് കാണാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, അവരോടൊപ്പം എനിക്കും ഇതിൽ അങ്ങനൊരു അവരും കൂടി നിന്നിട്ട് ചെയ്യാനുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇല്ലാതിരുന്നപ്പോൾ വിഷമം തോന്നി. പക്ഷേ അതിനെ എല്ലാം മറികടക്കാൻ വേണ്ടി എനിക്ക് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയാനായിട്ട്, അല്ലെങ്കിൽ എൻ്റെ അത്രയും വേണ്ടപ്പെട്ടവരെന്ന് പറയാനായിട്ട് എനിക്ക് ഒരുപാട് പേര് ആ സമയത്ത് തന്നെ വന്നു. പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയണം എൻ്റെ മുരളിയാമനെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് കറക്റ്റ് എൻ്റെ വാപ്പച്ചി എൻ്റെ കൂടെ നിൽക്കണ ഒരു ഫീലായിരുന്നു എനിക്ക് മുരളിയാമൻ കൂടെ നിന്നപ്പോൾ. അങ്ങനെ ഇതാ കറക്റ്റ് എനിക്ക് നമ്മുടെ ഹൗസ് വാമിങ്ങിൻ്റെ ഇതിൽ പാലൊക്കെ തിളച്ച് തൂകി സെറ്റായി വന്നിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഇതാണ് നമ്മുടെ കോൺട്രാക്ടർ ചേട്ടൻ. ഇവരുടെ വർക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് വീട് വന്ന് കണ്ട ഒരുവിധം എല്ലാവർക്കും ചേട്ടൻ്റെ വർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. അത്രയും ഗംഭീരമായിട്ട് ഞങ്ങളുടെ വീട് തന്നിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരുപാട് മുകളിലായിരുന്നു ചേട്ടൻ്റെ വർക്ക്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എൻ്റെ ദിയേന്നുള്ള എല്ലാവരും വന്നിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ ആളുകൾ ദിയേന്ന് വന്നു. അങ്ങനെ ഒരുവിധ ആളുകളെല്ലാം വന്ന് കഴിഞ്ഞ് എല്ലാം ഒന്ന് ഒതുങ്ങിയതിന് ശേഷം നമ്മളെല്ലാവരും അവിടെ ക്ഷീണം കൊണ്ടൊക്കെ ഇരുന്നു ഗൈസ്. പിന്നെ ഞങ്ങൾ എൻ്റെ വീട്ടിൽ നിന്നുള്ള ആളുകളും പിന്നെ അണ്ണൻ്റെ കുറച്ച് ഫ്രണ്ട്സുമായിട്ട് അങ്ങ് ഒതുങ്ങി. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം, എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ പേര് നമ്മൾ വെളിപ്പെടുത്തിയത്. കാരണം അന്ന് വന്ന സമയത്ത് കുറച്ച് പേര് മാത്രം നെയിം ബോർഡ് അവിടെ ഇരിക്കുന്നത് കണ്ടോ. നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ വീടിൻ്റെ പേര് വന്നിട്ട് ഖദർ എന്നാണ്. അങ്ങനെ വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.